പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. അന്ന് വൈകുന്നേരം വരരുചി വിക്രമാദിത്യ മഹാരാജാവിനെ ചെന്ന് കണ്ടു. എന്താ വരരുചി? ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. പ്രഭോ, ഇന്നലെ രാത്രി ഒരു പറയന്റെ കുടിലിൽ ഒരു പെൺപ്രജ ജനിച്ചിരിക്കുന്നു. വരരുചി ആമുഖമായി പറഞ്ഞു. അതിന് നാം എന്തു വേണം? ഇതാണോ പ്രധാനപ്പെട്ട കാര്യം? കേൾക്കൂ മഹാരാജൻ, ഞാൻ ആ കുട്ടിയുടെ ജാതകം പരിശോധിച്ചു. ആ കുട്ടിക്ക് 3 വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കും എന്ന് കണ്ടിരിക്കുന്നു. വരരുചിയുടെ പ്രവചനം നാളിതുവരെ തെറ്റിയിട്ടില്ല. നമുക്കത് നന്നായി അറിയാം. ഇനി എന്താണ് വേണ്ടത്? പറയൂ, വിക്രമാദിത്യൻ ചോദിച്ചു. ആ കുട്ടിയെ കൊല്ലണം. സ്വന്തം ശബ്ദം കേട്ട് വരരുചി തന്നെ ഒന്ന് ഞെട്ടി. തന്റെ ശബ്ദമാണോ കേട്ടത്? വരരുചി, ബാലനിഗ്രഹം ഒരിക്കലും വയ്യ, പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിയെ. നമുക്കൊരു കാര്യം ചെയ്യാം. പറയൂ മഹാരാജൻ. വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കണം. അതിൽ ഒരു ചെറിയ പന്തം കൊളുത്തിവെക്കണം. ആ കുട്ടിയെ ചങ്ങാടത്തിലാക്കി നദിയിൽ ഒഴുക്കണം. എവിടെയെങ്കിലും പോയി തുലയട്ടെ. വിക്രമാദിത്യൻ പറഞ്ഞു. അത് മതി പ്രഭോ. ഇന്ന് തന്നെ ഇതിനു വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യണേ. രാജ്യത്തിൻ്റെയും അങ്ങയുടെയും രക്ഷയ്ക്ക് ഇതത്യാവശ്യമാണ്. വരരുചി പറഞ്ഞു. ശരി. സ്വന്തം സുഖത്തിനു വേണ്ടി മനുഷ്യൻ പാപം ചെയ്യുന്നു. അധർമ്മത്തിന് ധർമ്മത്തിൻ്റെ മൂടുപടം നൽകുന്നു. ആ കുടിലിൽ നിന്നും ഒരു പെറ്റമ്മയുടെ കരച്ചിൽ കേൾക്കുന്നില്ലേ? കുഞ്ഞിനെ നദിയിലൊഴുക്കി. കത്തുന്ന പന്തത്തിൽ നിന്നും എണ്ണ ചെറിയ തുള്ളികളായി താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. വരരുചി ആ രംഗം നേരിൽ കണ്ടു. അകന്നകന്നു പോകുന്ന ചങ്ങാടവും അതിലെ തീപ്പന്തവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചു. ലേ ലേ. കുഞ്ഞിൻ്റെ കരച്ചിൽ ചങ്ങാടത്തിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു. അവസാനം പന്തം ഒരു ബിന്ദുവായി മാറി. വരരുചി സ്വയം പറഞ്ഞു. അവസാനം വിധിയെ ഇതാ വരരുചി തോൽപ്പിച്ചിരിക്കുന്നു. ഇനി ഒരു പറയിപ്പെണ്ണിനെ വേളി കഴിക്കേണ്ടി വരില്ല. തീപ്പന്തമാകുന്ന ആ ബിന്ദു കണ്ണിൽ നിന്നും മറഞ്ഞു. നീണ്ട 17 വർഷങ്ങൾ കഴിഞ്ഞു. വരരുചി കൂടുതൽ പ്രസിദ്ധനായി കഴിഞ്ഞിരിക്കുന്നു. വിക്രമാദിത്യൻ ഇതിനകം ചക്രവർത്തിയായി. അദ്ദേഹത്തിൻ്റെ പണ്ഡിത സദസ്സിലെ അമൂല്യരത്നമായി വരരുചി പ്രശോഭിച്ചു. വരരുചിക്കിഷ്ടപ്പെട്ട വിനോദം ദേശാടനമായിരുന്നു. ഒരിടത്തു തന്നെ ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. പുതിയ പുതിയ മുഖങ്ങളെ കാണണം, പരിചയപ്പെടണം, പുതിയ കാഴ്ചകൾ കാണണം, പുതിയ അനുഭവങ്ങൾ നേടണം. ഇതായിരുന്നു ലക്ഷ്യം. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.